യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തെരഞ്ഞെടുപ്പിനെ നേരിടാതെ അധികാരത്തിലെത്തിയ ഏകാധിപതിയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കി എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം അവശേഷിക്കില്ലെന്നും സമൂഹമാധ്യമമായ ട്രൂത്തിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകി. സെലൻസ്കി യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ ഭരണം തുടരുകയാണ്. ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്ക് കാണിച്ചത്. എന്നാൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ തനിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരും അംഗീകരിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. റഷ്യയെ പ്രതിരോധിക്കുന്നതിനായി യുക്രൈന് യുഎസ് ധനസഹായവും ആയുധങ്ങളും നൽകിയിരുന്നു. യുദ്ധകാല സഹായത്തിന് പകരമായി യുക്രൈനിന്റെ പകുതി ധാതുവിഭവങ്ങൾ നൽകണമെന്നായിരുന്നു യുഎസിന്റെ ആവശ്യം. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തി. 3 വർഷത്തിനിടെ യുക്രൈന് $6,700 കോടി ആയുധങ്ങളും $3,100 കോടി പണമായും യുഎസ് നൽകി. ഇതിന് പകരമായാണ് യുക്രൈനിലെ 50% ധാതുവിഭവങ്ങളുടെ ഉടമസ്ഥ അവകാശം യുഎസ് ആവശ്യപ്പെടുന്നത്. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു ഭാഗത്ത് ട്രംപ് റഷ്യയുമായി ചർച്ചകളും തുടങ്ങി. യുദ്ധത്തിന് പോകാതെ റഷ്യയുമായി യുക്രൈൻ ധാരണയുണ്ടാക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. 2019 യുക്രൈനിൽ അധികാരത്തിലെത്തിയ സെലൻസ്കി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് റഷ്യൻ സംഘർഷം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിച്ച ഭരണത്തിൽ തുടരുകയായിരുന്നു.